നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഒരു FB പോസ്റ്റ് ഞാൻ വായിക്കാൻ കേട്ടോ. നമ്മുടെ മാധ്യമങ്ങളൊന്നും വാർത്തയാക്കിയിട്ടില്ലാത്ത, ഒരു പ്രാധാന്യത്തോടെ പോലും വാർത്തയാക്കിയ മാധ്യമങ്ങൾ മുഴുവനും വായിക്കാത്ത ഒരു FB പോസ്റ്റാണ് കേട്ടോ ഞാൻ വായിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഭരണാനുകൂല സംഘടനകളുടെയും സർക്കാരിന്റെയും തെറ്റായ നടപടികൾ മൂലം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഭീതിജനകമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഭരണമാറ്റത്തെ തുടർന്ന് നടപ്പിലാക്കിയ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ഈ യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് വിവരം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ശിശുരോഗ വിഭാഗത്തിലെ സീനിയർ ഡോക്ടർ KV രാധാമണിയെ NGO അസോസിയേഷൻ നേതാക്കൾ ഡ്യൂട്ടിക്കിടയിൽ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് അവർക്ക് ഹൃദയാഘാതം ഉണ്ടായതായാണ് മറ്റൊരു സംഭവം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തയ്യാറാക്കിയ ചട്ടവിരുദ്ധമായ സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പിടാൻ തയ്യാറാകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് രോഗികളുടെ മുന്നിൽ വെച്ച് വനിതാ ഡോക്ടറെ അധിക്ഷേപിച്ചത്. ഭരണത്തണലിൽ അഴിഞ്ഞാടുന്ന ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണം. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന കൂട്ട സ്ഥലം മാറ്റങ്ങൾ സിവിൽ സർവീസിനെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചിരിക്കുന്നു. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ഈ രീതി നിർബാധം തുടരുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വഴങ്ങാത്ത ജീവനക്കാരെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന സർവീസ് സംഘടനകളെയും ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്നത്. ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളെ തികഞ്ഞ അഹങ്കാരത്തോടെ അപഹസിക്കുകയും പൊതുവേദിയിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് പദവിയുടെ അന്തസ്സിന് ഒട്ടും യോജിക്കാത്തതും അങ്ങേയറ്റം അപലപനീയവുമാണ്. ഭരണമാറ്റത്തിന്റെ മറവിൽ സ്വന്തം അണികൾ നടത്തുന്ന അഴിമതിക്കും ഭീഷണികൾക്കും പച്ചക്കൊടി കാണിക്കുകയാണ് മുഖ്യമന്ത്രി. ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തികഞ്ഞ അസംബന്ധമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കാനും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് വേതന വർധനയ്ക്കുള്ള നടപടികൾക്ക് LDF സർക്കാർ മുൻകൈയെടുത്തു. എന്നാൽ UDF സർക്കാർ ആകട്ടെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതി എന്ന നിലപാടെടുത്ത് ജീവനക്കാരെ വഞ്ചിക്കുകയാണ്. ക്ഷാമബത്ത കുടിശ്ശിക, ഏൺഡ് ലീവ് സറണ്ടർ, അഷ്വേർഡ് പെൻഷൻ എന്നിവയെല്ലാം തടഞ്ഞുവെച്ച് ജീവനക്കാരുടെ വയറ്റത്തടിക്കുന്ന നയമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. സ്ഥിരം ജീവനക്കാരോടുള്ള ഈ പ്രതികാര നടപടികൾക്ക് പുറമെ സാധാരണക്കാരായ താൽക്കാലിക ജീവനക്കാരെയും സർക്കാർ പെരുവഴിയിലാക്കുകയാണ്. ഡിജിറ്റൽ സർവേക്കായി രാപ്പകലില്ലാതെ അധ്വാനിച്ച 2800 ജീവനക്കാരെ അർഹതപ്പെട്ട ശമ്പള കുടിശ്ശിക പോലും നൽകാതെയാണ് ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. കുടുംബശ്രീയിലും KSRTCയിലും മുമ്പ് നടന്ന പിരിച്ചുവിടലുകൾക്ക് പിന്നാലെ PSC വഴി ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരെ പോലും പിരിച്ചുവിടുന്നതാണ് നാം കാണുന്നത്. ജീവനക്കാരോട് ശത്രുതാ മനോഭാവം പുലർത്തുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന UDF സർക്കാരിന്റെ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. ഇങ്ങനൊരു മരണം സംഭവിച്ചിട്ട് BJP നേതാക്കൾക്ക് BJP MLA-മാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്തി നമ്മൾ എങ്ങും കണ്ടില്ല അല്ലേ? മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തിച്ചർച്ചകളില്ല. പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ആരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഇനി അതിന് എതിരെ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പോലും ഒരു പ്രതികരണം ആരായുന്നില്ല. എന്ത് രസമാണല്ലേ ഈ UDF സർക്കാരിന്റെ കാലഘട്ടത്തില് ഇവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രിവിലേജ് അല്ലേ? സത്യത്തിൽ നാണം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഈ സർക്കാരിനോട്. സർക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മാത്രമാണോ? ആണോ? അല്ലേ അല്ല. ഒരു സർക്കാർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ എല്ലാവരുടെയുമാണ്. VD സതീശൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല. VD സതീശൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുക? ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്ന് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 മാസമായിട്ടും താനൊരു മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നില്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. സ്വാഭാവികമായും ഓരോ വിഷയങ്ങളിലുമുള്ള ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കാണുമ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നതെന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇനിയെങ്കിലും KPCC നേതാക്കളെങ്കിലും
KPCCക്ക് ഇപ്പൊ അധ്യക്ഷനില്ലല്ലോ, ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നത്? VD സതീശൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി ഒരു ലോക്കൽ നേതാവിനെ പോലെ വേദികളിലൊക്കെ നിന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, നിങ്ങളെയൊക്കെ ഞാൻ ശരിപ്പെടുത്തുന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന കാഴ്ച കാണുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് പലർക്കും സന്തോഷമായി കാണുമല്ലോ അല്ലെ? സർക്കാർ ജീവനക്കാർക്ക് എന്തൊരു സന്തോഷമായിരുന്നു ഈ LDF സർക്കാർ താഴെയിറക്കിയപ്പോൾ. LDF സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഭരണം പോയപ്പോൾ വലിയ രീതിയിലുള്ള സന്തോഷമായിരുന്നല്ലോ. ഇപ്പൊ അവരൊക്കെ ചങ്കത്തടിച്ച് കരയുകയാണ്. അതായത് ഈ സർക്കാർ ജീവനക്കാർ എന്താണ് വിചാരിച്ചതെന്ന് അറിയാമോ? VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ തന്നെയൊക്കെ ഇവരെ ശമ്പളം ഉയർത്തുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരുന്നത്. കാരണം അങ്ങനെയാണല്ലോ VD സതീശൻ പറഞ്ഞിരുന്നത്. ഒരു വിസ്മയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ എന്നായിരുന്നു പറഞ്ഞത്. എന്നിട്ട് ബഡ്ജറ്റ് അവതരണ സമയത്ത് നമ്മുടെ ഈ കേന്ദ്ര ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ കേരളത്തിന് വഴി എന്തെങ്കിലുമൊക്കെ അനുവദിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിക്കൂല. അതുപോലെ ഈ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തോ വിസ്മയമൊക്കെ കാണിക്കും VD സതീശൻ എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നിന്നു. പക്ഷേ കേരളം എന്ന് നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിഴുങ്ങുന്നത് പോലെ, വായിക്കാൻ മറക്കുന്നത് പോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഒരക്ഷരം പോലും നമ്മുടെ VD സതീശൻ ബഡ്ജറ്റിൽ പറഞ്ഞില്ല. വേതനം വർദ്ധിപ്പിക്കുന്ന, ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം മിണ്ടിയില്ല. ഞങ്ങൾ പറ്റിക്കപ്പെട്ടുവെന്ന് അവസാനം സർക്കാർ ജീവനക്കാർക്ക് മനസ്സിലായി. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളും ഒക്കെ ആയി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഈ സർക്കാർ ഭരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതായത് എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പലതുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ സംസ്ഥാനത്ത് നിന്ന് വലിയ ബോധമുണ്ടോ, വല്ല ബോധ്യവുമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത ഇനിയെങ്കിലും സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. VD സതീശൻ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു, ഇനി 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന മട്ടിലാണ് ഈ സർക്കാർ ഭരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. LDF സർക്കാർ ഇപ്പോഴും കേരളം ഭരിക്കുകയാണെന്നാണ് VD സതീശനും സംഘവും ഒക്കെ വിചാരിച്ചിരിക്കുന്നതെന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നത്. നോക്കൂ, ഈ പ്രതികാര നടപടികൾ ഇത്തരത്തിൽ തുടരുമ്പോൾ, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പലരും ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് കൈകഴുകി പോകാൻ കഴിയുമ്പോൾ ഒരു സർക്കാരിന് ഒരിക്കലുമില്ലല്ലോ. അങ്ങനെ കൈകഴുകി പോകാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ സ്വീകരിച്ചതുപോലുള്ള നടപടികൾ LDF ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയനും സംഘത്തിനും സ്വീകരിക്കാമായിരുന്നല്ലോ. അവർ സ്വീകരിച്ചോ? ഒരിക്കൽ പോലും സ്വീകരിച്ചില്ലല്ലോ. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാര നടപടികൾ എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവേദിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടോ പിണറായി വിജയനിൽ നിന്ന്? ഇല്ല. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ ഉയർത്തി കാണിക്കുമ്പോഴും അദ്ദേഹത്തിന് നേരെ നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയില്ല. കാരണം എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇടതുപക്ഷത്തിന്റെ മാത്രം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ വേണമെങ്കിൽ നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ. കോൺഗ്രസിന്റെ സർക്കാർ ജീവനക്കാരും BJPയുടെ സർക്കാർ ജീവനക്കാരും ഒക്കെ കൂടിയാണല്ലോ LDF സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി പല രീതിയിലുള്ള പല തന്ത്രങ്ങളും മെനഞ്ഞ് പല രീതിയിലുള്ള പല ഉടായ്പകളും ഒക്കെ ഒപ്പിച്ചുകൂട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള സ്പേസ് ഒപ്പിച്ചു കൊടുത്തത്. ആ സമയത്തൊക്കെ വേണമെങ്കിൽ ഒരു പ്രതികാര നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ. പക്ഷേ പിണറായി വിജയൻ അതൊന്നും സ്വീകരിച്ച് നമ്മൾ കണ്ടില്ല അല്ലേ? നോക്കൂ, ഇവിടെ പക്ഷേ മറിച്ചാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ശരിക്കും മാധ്യമങ്ങളുടെയൊക്കെ ഇരട്ടത്താപ്പുകൾ കൂടി മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഗൗരവതരമായിട്ടുള്ള വിഷയം നടന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഈ ഒരു മൗനമുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോ പിണറായി വിജയൻ ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആരെങ്കിലും ജീവൻ ഒടുക്കിയിരുന്നതെങ്കിൽ, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം ഭീഷണിപ്പെടുത്താത്തൊരു വ്യക്തിയാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ അങ്ങനെ ഒന്ന് വിചാരിക്കുക, അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻ? പിണറായി വിജയന്റെ ഭീഷണി, പിന്നാലെ ആത്മഹത്യ ചെയ്ത് സർക്കാർ ജീവനക്കാരി. അല്ലെ? സർക്കാർ ജീവനക്കാർക്ക് പിണറായി വിജയന്റെ വക ഭീഷണിയിൽ മനം നൊന്ത് സർക്കാർ ജീവനക്കാരി മരണമടഞ്ഞു, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടാനേ അല്ലേ? വൈകുന്നേരം ഒരു പരുത്തിക്കാടും അല്ലാത്ത കാടും ഒക്കെ കൂടി അന്തിച്ചർച്ചയെ നടത്തും. കാഥികനായിട്ടുള്ള ആ കഥാപ്രസംഗ വീരൻ നമുക്കറിയാമല്ലോ, മറ്റേ ചാനലിൽ കണ്ടന്റെ ചാനലിലിരുന്ന് മൂപ്പരും കഥാപ്രസംഗവുമായി രംഗത്തേക്ക് വരും. ഇവിടെ ഒരു കഥാപ്രസംഗവും ഉണ്ടാകില്ല, ഒരു രീതിയിലുള്ള അന്തിച്ചർച്ചകളും ഉണ്ടാകില്ല. ഇങ്ങനൊരു സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലായിരിക്കും മാധ്യമങ്ങളുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.